എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് NIOS +2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിലെ അതിർത്തി രേഖകൾ എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അതിർത്തി രേഖകൾ അല്ലെങ്കിൽ ബൗണ്ടറി ലൈൻസ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനെയും സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന രേഖയാണ് ഏത്? റാഡ്ക്ലിഫ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് പാക് സ്ട്രെയിറ്റ്. പാക് സ്ട്രെയിറ്റ് എന്താണ്? ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈൻ ആണ് പാക് സ്ട്രെയിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന ബൗണ്ടറി ലൈൻ ആണ് മക്മോഹൻ ലൈൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈൻ ആണ് ഡ്യൂറൻ ലൈൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗണ്ടറി ലൈൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ 4 എണ്ണം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. റാഡ്ക്ലിഫ് ലൈന്, പാക് സ്ട്രെയിറ്റ്, മക്മോഹൻ ലൈന്, ഡ്യൂറൻ ലൈന്. അപ്പൊ ഏതൊക്കെ അതിർത്തികളെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ലൈൻസ് എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ ഉത്തരങ്ങളും തന്നെയാണ്. സോ മസ്റ്റായിട്ടും ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ.